നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിഷേധം കനക്കുകയാണ്. ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ കാര്യമായ രീതിയിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നവകേരള സദസ്സ് അവസാനിക്കാറായപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഏറ്റവും കൂടിയത് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. ഇനി ആകെ 2 ദിവസം കൂടി നവകേരള സദസ്സ് ഉള്ളൂ. അതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്. ഒരു സൈഡിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ മറ്റേ സൈഡിൽ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ പോരാടുകയാണ്. നടുറോഡിൽ വലിയ രീതിയിൽ സംഘർഷങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെയുള്ള സംഘർഷം വീടുകളിലേക്കും കടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെ ആറ്റിങ്ങൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു. ആറ്റിങ്ങലിൽ പരസ്പരം വീടുകൾ ആക്രമിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ ഭാഗങ്ങളിൽ വ്യാപക സംഘർഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. 3 വീടുകളാണ് അടിച്ചു തകർത്തത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീടിന് പോലീസ് കാവലും ഉണ്ടായിട്ടും സംഘമായി എത്തിയ 20ലധികം ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങലിൽ പ്രകടനം നടത്തി. നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലെക്സുകൾ പ്രവർത്തകർ നശിപ്പിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ ആറ്റിങ്ങൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മിന്റെ വീടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു. യൂത്ത് കോൺഗ്രസുകാരുടെ വീട് കയറിയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആലങ്കോടും കരവാരം പഞ്ചായത്തിലും UDF ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷം ലാത്തി ചാർജും നടത്തി. വെള്ളയമ്പലം ജംഗ്ഷൻ വരെ KSU പ്രവർത്തകരെ പോലീസ് ഓടിച്ചിട്ട് തല്ലി. പല നേതാക്കളെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. KPCC ആസ്ഥാനത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. അതിനിടെ KSU പ്രവർത്തകർ പോലീസിന് നേരെ മുളകുപൊടി പ്രയോഗിച്ചു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവനെ റോഡിൽ വലിച്ചിഴച്ച ശേഷം അറസ്റ്റ് ചെയ്ത് മാറ്റി. പോലീസ് ലാത്തി ചാർജിൽ മാത്യു കുഴൽനാടൻ MLAക്ക് പരിക്കേറ്റു. മാർച്ച് തുടങ്ങിയ ഉടനെ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം ലാത്തി ചാർജ് നടത്തുകയായിരുന്നുവെന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. പല പ്രവർത്തകരെയും പോലീസ് വളഞ്ഞിട്ട് തല്ലി. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു. കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് പോലീസിന് നേരെ മുട്ടത്തോടിനകത്ത് മുളകുപൊടി നിറച്ചാണ് പ്രയോഗിച്ചതെന്നാണ് കരുതുന്നത്. അവശിഷ്ടങ്ങൾ റോഡിൽ നിന്ന് കണ്ടെടുത്തു. ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ KSU ശ്രമിച്ചെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട്. പോലീസിന്റെ ഫൈബർ ലാത്തിയും തകർത്തിട്ടുണ്ട്. KSU പ്രവർത്തകരെ മർദ്ദിക്കിനിടെയാണ് ലാത്തി തകർന്നത്. അതിന്റെയും അവശിഷ്ടങ്ങൾ റോഡിലുണ്ട്. ഭാരമുള്ള ഗോലികളും പ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. തങ്ങളെ ആക്രമിക്കാൻ KSU പ്രവർത്തകർ കരുതിയതാണ് ഇതെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട്. പോലീസിനിടയിൽ സംഘപരിവാർ വൽക്കരണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റും അലോഷ്യസ് സേവറം ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടൻ MLAയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പോലീസ് ബാരിക്കേഡ് KSU പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്ന് രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ KSU വനിതാ പ്രവർത്തകരടക്കം നിലത്ത് വീണു. പിന്നാലെ പോലീസ് ലാത്തി വീശി. ലാത്തി ചാർജിലും നിരവധി KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. ജലപീരങ്കി പ്രയോഗത്തിൽ KSU പ്രവർത്തക ആൻ സെബാസ്റ്റ്യനും പരിക്കേറ്റിട്ടുണ്ട്. വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഇന്നുമായിട്ട് തലസ്ഥാന നഗരിയിൽ നിലനിൽക്കുന്നത്.